ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇത് ഇൻഡിപെൻഡൻസ് ഡേൻ്റെ വ്ളോഗാണ് കേട്ടോ. ഞാൻ കുറച്ച് ബിസി ആയി പോയതുകൊണ്ട് ഇടാൻ ഇത്തിരി ലേറ്റ് ആയി പോയതാണ്. ഇത്തവണത്തെ ഇൻഡിപെൻഡൻസ് ഡേ എനിക്ക് കുറച്ച് സ്പെഷ്യൽ ആയിരുന്നു കേട്ടോ. ഞങ്ങൾ രാവിലെ തന്നെ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. ഇന്ന് കീഴൂർ സ്കൂളിൽ വെച്ചിട്ട് ചെറിയൊരു പ്രോഗ്രാം ഉണ്ട്. അപ്പോൾ അതിലൊരു സ്പീച്ച് പറയാൻ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ വീട്ടിൽ നിന്ന് ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇനി എങ്ങാനും ഹെവി ആയി പോയിട്ടുണ്ടെങ്കിൽ ഒരു കംഫർട്ട് ഉണ്ടാവില്ല. സോ ഞാൻ പുറത്തിറങ്ങിയപ്പം ഒരു കോഫി കുടിച്ചു, പിന്നെ ഒരു പാൽ കേക്കും കഴിച്ചു. അത്രേ കഴിച്ചിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതാ സ്കൂളിൻ്റെ മുന്നിലെത്തിയിട്ട് വെയിറ്റ് ചെയ്യാം കേട്ടോ. ഇപ്പം അവിടെ ഇൻഡിപെൻഡൻസ് ഡേൻ്റെ പ്രോഗ്രാം നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അത് ഈ സ്കൂൾ നടത്തുന്ന പ്രോഗ്രാമാണ്. ഞാൻ വന്നിട്ടുള്ളത് സെയിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ പ്രോഗ്രാമിനാട്ടോ. ഇവിടുത്തെ പ്രോഗ്രാം കഴിഞ്ഞിട്ടാണ് ഞങ്ങളെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യുക. ഞങ്ങൾ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് കുറേ കുട്ടികൾ മേക്കപ്പ് ഒക്കെ ഇട്ടിട്ട് ഇങ്ങനെ സുന്ദരികളായിട്ട് പോകുന്നേ കണ്ടിട്ടോ. എനിക്ക് തോന്നുന്നു എന്തോ ഡാൻസ് പെർഫോമൻസ് ഉണ്ട് എന്നാണ്. അപ്പം ഞാനും അവരെ കൂടെ പോയി. മക്കളെ പരിപാടിയല്ലേ, ഒന്ന് നോക്കാമെന്ന് വിചാരിച്ചിട്ട്. ചെറുതായിട്ട് മഴ പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് മക്കളൊക്കെ നല്ലോണം ശ്രദ്ധിച്ചിട്ടാണ് ടീച്ചേഴ്സ് കൊണ്ടുപോകുന്നതൊക്കെ. പിന്നെ ഞാനിതാ സ്റ്റേജിൻ്റെ അടുത്തെത്തി. ഞാൻ അവിടെ എത്തിയ സമയത്ത് തന്നെ സംഘഗാനം തുടങ്ങാനുള്ള ഒരുക്കങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നേ. കുട്ടികളൊക്കെ നിരന്ന് നിൽക്കുന്നുണ്ടായിരുന്നു. പിന്നെ ചെറിയ കുട്ടികളാണല്ലോ, എന്നാലും അവർ നന്നായിട്ട് പാട്ട് പാടിയിട്ടുണ്ടായിരുന്നേ. ഞാൻ ഈ ഒരു സംഘഗാനത്തിൻ്റെ ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. കാണാത്തവരുണ്ടേ ഒന്ന് കയറി നോക്കാം. പാട്ട് കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു നെക്സ്റ്റ് ആ ഡാൻസ് ആയിരിക്കുന്നു. പക്ഷെ ആ കുട്ടികളൊക്കെ പ്രാക്ടീസ് ചെയ്യാനാണെന്ന് തോന്നുന്നു പിന്നെയും പോകുന്നുണ്ടായിരുന്നു. പിന്നെ ഞാനും വിചാരിച്ചു ഒന്ന് പുറത്തേക്കൊക്കെ പോയിട്ട് എന്താ നടക്കുന്നതെന്നൊക്കെ നോക്കിയിട്ട് വരാമെന്ന്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇതാ കുട്ടികളൊക്കെ പായസം കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കാണുമ്പോൾ നമുക്ക് നൊസ്റ്റു ആണല്ലോ അല്ലേ, പണ്ടത്തെ നമ്മളെ സ്കൂൾ കാലഘട്ടമൊക്കെ. അച്ചു കച്ചറുണ്ടാക്കിയിട്ടാന്ന് തോന്നുന്നു ഏട്ടനോ അച്ചും കൂടെ വണ്ടിയിൽ വന്നിരിക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ പുറത്തേക്ക് വന്നപ്പോൾ അവരും പുറത്തേക്ക് വന്ന്. അത് കഴിഞ്ഞപ്പോൾ ഓരോരുത്തരായിട്ട് ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു കേട്ടോ നമ്മുടെ പ്രോഗ്രാമിനുള്ള ആൾക്കാർ. ഇവിടെ ഉള്ളവരൊക്കെ ഓൾമോസ്റ്റ് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരായിരുന്നു കേട്ടോ. പക്ഷേ ഏട്ടൻ്റെ നാടായതുകൊണ്ട് ഏട്ടന് എല്ലാ ആൾക്കാരെയും അറിയായിരുന്നു കേട്ടോ. ഈ സമയത്ത് ഇതാ നമ്മുടെ സ്റ്റേജ് ഡെക്കറേറ്റ് ചെയ്യാനുള്ള സാധനങ്ങളൊക്കെ വരുന്നുണ്ടായിരുന്നേ. അപ്പോൾ ക്ലാസ് റൂമിലേക്ക് വെച്ചപ്പോൾ ഞാനും ജസ്റ്റ് ഒന്ന് ആ ക്ലാസ് റൂമിലേക്ക് കയറി. എൻ്റെ അമ്മ ഇതിലേക്ക് കയറിയപ്പോൾ എന്ത് അടിപൊളിയാണ്. നമ്മളെ പഴയ കാലങ്ങളൊക്കെ ആലോചിച്ചു. പക്ഷേ ഒരു വ്യത്യാസമുണ്ട്, നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല. നമുക്ക് എവിടെ പോയിട്ടുണ്ടെങ്കിലും സ്കൂളാണെങ്കിൽ ഫസ്റ്റ് ബെഞ്ച്, സെക്കൻഡ് ബെഞ്ച്, ലാസ്റ്റ് ബെഞ്ച് അങ്ങനെയൊക്കെ ഉണ്ടല്ലോ. ഇവിടെ അങ്ങനത്തെ കാര്യങ്ങളൊന്നുമില്ല കേട്ടോ. നോക്കിയ എല്ലാ ബെഞ്ചും ഒരേപോലെയാണ് വെച്ചിട്ടുള്ളത്. പഠിക്കുന്ന കുട്ടികൾ മുന്നിൽ, പഠിക്കാത്ത കുട്ടികൾ ബാക്കിൽ, അങ്ങനത്തെ മൈൻഡ് സെറ്റ് ഒന്നും എന്തായാലും ഈ മക്കൾക്ക് ഉണ്ടാവില്ല. പുറത്തേക്ക് വന്ന് നോക്കിയപ്പോൾ മഴ കുറച്ച് പെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതാ കുട്ടികളൊക്കെ കുടയൊക്കെ ചൂടി ഭയങ്കര സ്നേഹത്തിൽ ഒരു കുടേൻ്റെ ഉള്ളിൽ 2-3 ആൾക്കാരൊക്കെ ആയിട്ട് ഇങ്ങനെ പോവുകയാണേ. അപ്പോൾ ഞാൻ ശരിക്കും പഴയ എൻ്റെ സ്കൂൾ കാലഘട്ടമൊക്കെ ആലോചിച്ച് നോക്കിയേ. ഒരു വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്കൂളൊക്കെ നല്ല വൃത്തിയും വെടുപ്പിലൊക്കെ കൊണ്ടു നടക്കുന്നുണ്ട്. ഞങ്ങളെ സ്കൂളൊക്കെ ആണെങ്കിൽ ഗവൺമെൻറ് സ്കൂളൊക്കെ ആയിരുന്നല്ലോ. അപ്പോൾ ഇങ്ങനെ ഇൻ്റർലോക്ക് ചെയ്തിട്ടുണ്ടാവില്ല, വലിയ രസമൊന്നും ഉണ്ടാവില്ല. ഞാനൊക്കെ ഇങ്ങനെ കല്ലൊക്കെ തട്ടി തട്ടി നടക്കുന്നത് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. ഇപ്പോഴാണ് കുട്ടികളെ പ്രോഗ്രാംസ് ഒക്കെ ഏകദേശം കഴിഞ്ഞിട്ടുണ്ടായിരുന്നത്. ഈ സമയം ആയപ്പോഴത്തേക്ക് ഒരുപാട് ലേറ്റ് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ ഞങ്ങളെ പ്രോഗ്രാം തുടങ്ങാൻ വേണ്ടിയിട്ട്. പിന്നെ എല്ലാവരും കൂടെ ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് സ്റ്റേജിലേക്ക് വന്നതാണ്. അപ്പം ഞാനും അവരെ കൂടെ പോന്നു. പിന്നെ അച്ചു ഏട്ടൻ്റെ കയ്യിൽ തന്നെ ആയതുകൊണ്ട് എനിക്ക് അധികം പരിപാടികളൊന്നും ഉണ്ടായിരുന്നില്ല. ഞാനിങ്ങനെ വീഡിയോ ഒക്കെ എടുത്തു. പിന്നെ എനിക്ക് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഓൾറെഡി പ്രിപ്പയർ ചെയ്തിട്ടാണ് വന്നതെങ്കിലും ഞാനിങ്ങനെ മൈൻഡിൽ ഇങ്ങനെ ഓടിച്ച് നോക്കുന്നുണ്ടായിരുന്നു കേട്ടോ. ഞാനിങ്ങനെ പ്രോഗ്രാം എന്ന് പറയല്ലാതെ എന്താ സംഭവം എന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല അല്ലേ. സംഭവം എന്താണെന്ന് വെച്ചാൽ സെയിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ 5th ആനിവേഴ്സറി ആട്ടോ. അതിൻ്റെ കൂടെ ഇൻഡിപെൻഡൻസ് ഡേ സെലിബ്രേഷനും കൂടെ ഉണ്ട്. ഞാനിതാ വന്ന ഗസ്റ്റിനെയൊക്കെ ഇൻവൈറ്റ് ചെയ്യുകയാണേ. അവർക്ക് കുട്ടികൾ പൂവൊക്കെ കൊടുക്കുന്നുണ്ടായിരുന്നേ. ഒരുപാട് ആൾക്കാരെ ആദരിക്കുന്നുണ്ടായിരുന്നേ അവിടെ. എനിക്ക് തോന്നുന്നു കലാകാരന്മാരെയും പിന്നെ സാമൂഹിക സാംസ്കാരിക രംഗത്തുനിന്നും പിന്നെ ഈ രാഷ്ട്രീയ രംഗത്തുനിന്നും ഒക്കെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടായിരുന്നേ അവിടെ. ഈ പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്തിട്ടുണ്ടായിരുന്നത് നമ്മുടെ റിട്ടയർഡ് ജില്ലാ ജഡ്ജി ശാന്തകുമാരി മേഡാണ് കേട്ടോ. ഉദ്ഘാടനം കഴിഞ്ഞ സമയത്ത് ഏട്ടനെയും മോനെയും കാണാത്തോണ്ട് ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി നോക്കിയതാണ്. ചെക്കൻ ഇവിടുന്ന് പായസമൊക്കെ കുടിച്ചിട്ട് ആ കാണുന്ന അമ്മേനെ അമ്മമ്മേന്ന് വിളിച്ചുകൊണ്ടിരിക്കും കേട്ടോ. പണിയെടുക്കാനൊന്നും സമ്മതിക്കുന്നില്ലേ അമ്മേനെ. പിന്നെ ഞങ്ങൾ അകത്തേക്ക് കയറി നോക്കിട്ടോ. അകത്ത് തകൃതിയായിട്ട് പ്രോഗ്രാം ഒക്കെ നടന്നുകൊണ്ടിരിക്കുകയാണേ. ആ സമയത്താണ് നമുക്ക് പായസം കൊണ്ട് തന്നത്. ഇത് അടപ്രഥമനാണ്. ഞാനത് കുടിച്ച്, സാധാരണ ഞാൻ പായസം അങ്ങനെ കുടിക്കാത്ത ആളാണ്. നൈസായിട്ട് വിശപ്പുണ്ടായിരുന്നുകൊണ്ട് ഞാനത് മുഴുവനും കുടിച്ചേ. പിന്നെ ഈ ഒരു പ്രോഗ്രാമിലുണ്ടല്ലോ ആദരിക്കപ്പെടുന്ന ആൾക്കാർ ഓൾമോസ്റ്റ് ഒരുപാട് ഏജ് ഉള്ള ആൾക്കാരാണ്. ഒരു കാലത്ത് നമ്മളെ സമൂഹത്തിന് വേണ്ടി ഒരുപാട് പണിയെടുത്ത് ഇപ്പം റിട്ടയർഡ് ആയിട്ടിരിക്കുന്ന
ഇവരൊക്കെ ശരിക്കും നമുക്ക് അങ്ങോട്ട് ചെയ്ത് കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളേ ഉള്ളൂ കേട്ടോ. സത്യം പറഞ്ഞാൽ ഈ ഒരു സെയിൻ ചാരിറ്റബിൾ ട്രസ്റ്റ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റ് ഇവരൊക്കെ ഇൻവൈറ്റ് ചെയ്ത് ഇവർക്കൊക്കെ ഒരു ആദരവ് കൊടുത്തത് എത്രയോ നല്ല കാര്യമായിട്ടാട്ടോ എനിക്ക് തോന്നുന്നത്. പ്രോഗ്രാമിൻ്റെ ലാസ്റ്റിലേക്കാട്ടോ ഞാൻ സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. അതും കുറേ ലേറ്റ് ആയതുകൊണ്ട് ഞാൻ ഒരുപാടൊന്നും സംസാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഇവർ ഈ സ്കൂളിലെ കുറേ കുട്ടികൾക്ക് ഈ സ്കൂൾ ആക്സസറീസൊക്കെ ഗിഫ്റ്റായിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇവർ പഠിക്കാൻ സാമ്പത്തികമില്ലാത്ത കുട്ടികളൊക്കെ സാമ്പത്തികമായിട്ട് സഹായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ഡയാലിസിസ് ചെയ്യാൻ വേണ്ടി ഒരുപാട് പേഷ്യൻസിന് പൈസയൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പോഴും അത് ചെയ്തുകൊണ്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അതുകൂടാതെ ഇവർ ഈ തളർന്നു പോയ പേഷ്യൻസൊക്കെ ഉണ്ടല്ലോ, അവർക്കൊക്കെ വീൽ ചെയർ കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇനി ഒരുപാട് കാര്യങ്ങൾ അവർ ചെയ്തിട്ടുണ്ട് കേട്ടോ ഈ 5 വർഷത്തിൻ്റെ ഇടയ്ക്ക്. ഇനിയിപ്പോൾ റീസെൻ്റായിട്ട് എനിക്ക് തോന്നുന്നു അവരൊരു ആംബുലൻസ് എടുക്കാനുള്ള പരിപാടി ഉണ്ട് കേട്ടോ. ഇന്നത്തെ സമൂഹത്തിൽ ഇവരെ പോലെയുള്ള ആൾക്കാർക്കൊക്കെ എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ഞാൻ പറഞ്ഞതിൻ്റെ ആവശ്യമില്ലല്ലോ. സത്യം പറഞ്ഞാൽ ഇവരൊക്കെ അല്ലേ നമ്മൾ ശരിക്കും സപ്പോർട്ട് ചെയ്യേണ്ടത്. പിന്നെ അവിടെ ആദരിച്ചിട്ടുള്ളൊരു മാഷ് ഏട്ടനെ പണ്ട് പഠിപ്പിച്ചിട്ടുണ്ട്. ഞങ്ങൾ വീടിൻ്റെ അടുത്ത് തന്നെയാണ് കേട്ടോ ഏകദേശം മാഷ വീടും വരുന്നത്. അപ്പം ഞങ്ങൾ ഡ്രോപ്പ് ചെയ്തോളാന്ന് പറഞ്ഞിട്ട് മാഷ ഞങ്ങൾ കൂട്ടിട്ടോ. അങ്ങനെ വീട്ടിൽ കൊണ്ടാക്കാൻ നേരത്ത് മാഷിൻ്റെ വൈഫ് ഇതാ കൊലായിൽ മാഷ കാത്തിരിക്കുന്നുണ്ടായിരുന്നേ. ഒരു പഴയ വീടും ചെറിയ മഴയും നല്ല കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ അത്. പിന്നെ ഈ മാഷിന് 96 വയസ്സുണ്ട്. ഏകദേശം സ്വാതന്ത്ര്യമൊക്കെ കിട്ടുന്നതിൻ്റെ എത്രയോ മുന്നേ ആണ് അദ്ദേഹം ജനിച്ചിട്ടുള്ളത്. മാഷ ഡ്രോപ്പ് ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ അവിടെ ആദ്യം വന്നിട്ടുണ്ടായിരുന്നേ. അച്ചു ആദ്യം കൂടെ കുറേ നേരം കളിച്ച് അത് കഴിഞ്ഞപ്പോൾ ഞങ്ങൾക്കൊന്ന് ഹോസ്പിറ്റലിൽ പോകേണ്ട ആവശ്യം ഉണ്ടായിരുന്നു. ഏട്ടൻ്റെ മേമേൻ്റെ മോളെ ഡെലിവറി കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോസ്പിറ്റലിൽ തന്നെയാണ് ഉള്ളത്. അപ്പം ഞങ്ങൾ കാണാമെന്ന് വിചാരിച്ച് പോയതാണ്. കുറച്ച് ദിവസം മുന്നേ അവൾ പ്രഗ്നൻ്റ് ആയ സമയത്ത് അവളെ വീട്ടിൽ പോയത് ഞാനൊരു വ്ളോഗാക്കി ചെയ്തിട്ടുണ്ടായിരുന്നു. അനിയത്തിക്കുട്ടീനെ കണ്ടപ്പോൾ അച്ഛന് ഭയങ്കര സന്തോഷമായിട്ടോ. അവളെടുത്ത് കിടത്താനൊക്കെ പറയുന്നുണ്ടായിരുന്നു അവൻ. പക്ഷേ ഞങ്ങൾ അത്ര അടുപ്പിക്കൊന്നും ചെയ്തിട്ടില്ല കേട്ടോ അവനെ. എങ്ങനെയാ അവൻ ബിഹേവ് ചെയ്യാന്ന് പറയാൻ പറ്റില്ലല്ലോ. അധിക നേരമൊന്നും അവിടെ നിന്നില്ല, വേഗം തിരിച്ചു വന്നു. വരുന്ന വഴിക്ക് എനിക്ക് ഷവർമ്മ കഴിക്കാൻ ഒരാഗ്രഹം തോന്നി. അങ്ങനെ ഞങ്ങൾ ഷവർമ്മ കഴിക്കാൻ കയറിയതാണ്. എനിക്ക് തോന്നുന്നു അച്ചുവിനെ പ്രഗ്നൻ്റ് ആയതിന് ശേഷം ഞാൻ ഇതുവരെ ഷവർമ്മ കഴിച്ചിട്ടില്ല. 2.5 കൊല്ലമായിട്ടോ. അതിന് ശേഷം ഇപ്പോഴാണ് ഞാൻ ഷവർമ്മ കഴിക്കാൻ പോകുന്നത്. സൈഡിലൊരു ഫാമിലി ഇരിക്കുന്നുണ്ട് കേട്ടോ. ഫുഡ് വരുന്നവരെ അവരെ നോക്കിയിരിക്കുകയായിരുന്നു അച്ചു. ഏട്ടന് ഷവർമ്മേനോട് വലിയ താല്പര്യമൊന്നുമില്ലേ. അതുകൊണ്ട് ഞങ്ങൾ എപ്പോൾ ഷവർമ്മ കഴിക്കാൻ പോയാലും ഏട്ടൻ റോളും ഞാൻ പ്ലേറ്റും ആണേ വാങ്ങാറ്. ഏട്ടൻ എന്ത് വാങ്ങിയാലും അതൊന്നും കൂടെ കുറച്ച് കൈയിട്ട് വാരി കഴിക്കാൻ എനിക്കൊരു സമാധാനം ഉണ്ടാവില്ല കേട്ടോ. പ്രത്യേകിച്ച് ഇഷ്ടപ്പെട്ടതൊക്കെ ആണെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ അതെടുത്ത് കഴിക്കുക. അച്ചുവിന് ഹോർലിക്സ് വാങ്ങി കൊടുത്തിട്ടുണ്ടായിരുന്നേ. പക്ഷെ അതവൻ തൊട്ട് നോക്കിയിട്ടില്ല. ഏട്ടന് വാങ്ങിയ ലൈം ജ്യൂസ് ആട്ടോ അവൻ കുടിച്ചുകൊണ്ടിരിക്കുന്നത്. സ്ട്രോ വെച്ച് കുടിക്കാൻ അവനിപ്പോൾ ഭയങ്കര ഇഷ്ടമാണ്. കഴിച്ച് കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകാൻ നിൽക്കുകയാണ്. വേറെ പരിപാടിയൊന്നും ഇല്ല. ഇനി വീട്ടിൽ പോയിട്ട് കുറച്ച് നേരം റെസ്റ്റ് എടുക്കണം. ഇന്നത്തെ വിശേഷങ്ങൾ ഇത്രയേ ഉള്ളൂ. ഇനി നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.